കുറച്ച് ലേറ്റ് ആയാലും എന്താ ട്രെൻഡ് നമ്മൾ പിടിക്കൂട്ടോ. തള്ളുക നിങ്ങൾ വിചാരിക്കരുതിട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇറാനി ചായ മസ്കാബണ്ണും ട്രെൻഡാണ് മുന്നേ തന്നെ ഞാൻ വീട്ടിൽ ഇറാനി ചായ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ എന്തായാലും ഞാൻ പറയാൻ തന്നെ. പിന്നെ നമ്മൾ കസ്റ്റാർഡ് ബണ്ണാണ് ഉണ്ടാക്കൽ. അതിൽ നമ്മൾ കസ്റ്റാർഡ് ആഡ് ചെയ്യും. മസ്കാബണ്ണിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. കണ്ടൻസ് മിൽക്ക്, ബട്ടർ, വാനില എസൻസ് ഇത് മാത്രം മതി കേട്ടോ. ബട്ടറാണ് ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത്. ആ സമയം കൊണ്ട് നമുക്ക് ഫേമസ് ഇറാനി ചായ ഉണ്ടാക്കാം. ചായക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കഴിഞ്ഞാൽ ഇറാനി ചായ. ഇതിൻ്റെ പേര് ഇറാനി ചായ നമുക്ക് അറിയണ്ട. നമ്മൾ പണ്ടേ ഇത് ഉണ്ടാക്കുന്നതാണ്. ഈ ബായ് ചായ പണ്ടേ ഇങ്ങനെ തന്നെ ഹോൾ സ്പൈസസും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് തന്നെയായിരുന്നു. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇഞ്ചിൻ്റെ ഒക്കെ ഒരു കുത്തലൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കെന്തായാലും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പോലെ മടിയന്മാരായിട്ടുള്ളവർക്കുള്ള ഐഡിയ ഉണ്ട്. എല്ലാം പാടൊന്ന് കിടുക, പാലടക്കം, എന്നിട്ട് ചായപ്പൊടി ഇട്ടിട്ട് ഒറ്റ വിസിലടുപ്പിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ചിലവരെന്ത് ചെയ്യും, ആദ്യം ചായപ്പൊടി മാത്രം ഉണ്ടാക്കിയെടുത്തിട്ട് അതിലേക്ക് പാലും കണ്ടൻസ് മിൽക്കും കൂടി ഒന്ന് കുറുക്കിയിട്ട് അങ്ങനെയൊക്കെ ഒഴിച്ചിട്ടാട്ടോ. പക്ഷേ എങ്ങനെ പോയാലും ടേസ്റ്റ് ഏറെക്കുറെ ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് ഉണ്ടാക്കണവർക്ക് അങ്ങനെ ഉണ്ടാക്കട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മളെ ഇഞ്ചി ഏറിപ്പോയത് കേട്ടോ. ഇഞ്ചിൻ്റെ കുത്തൽ നല്ല ഭാര കുത്തലായിരിക്കും. ഇഞ്ചിക്കുണ്ട് ചെറിയൊരു കയ്പ്പ്. ഇഞ്ചിൻ്റെ കയ്പ്പും ചായപ്പൊടിൻ്റെ കയ്പ്പും ഒക്കെ കൂടിയായി വരുമ്പോൾ നല്ല അടിപൊളി ഒരു വെറൈറ്റി കയ്പ്പ് ചായ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ബണ്ണ് കീറുന്നു, നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്നു, പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നു. മോക്ക് പിന്നെ ക്രീമായാൽ മതി. കുറച്ചുകൂടി ഇന്ന് സൈഡിൽ നിന്ന് പറയാൻ കേട്ടോ. മൊത്തത്തിലൊന്ന് കളറാക്കാൻ വേണ്ടി നമ്മളത് ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ടോ. ഇതാണ് ഈസി. നമുക്ക് കപ്പിലേക്ക് ഒഴിക്കാനൊക്കെ ഈസി ഇതാണ്.